ഒത്തിരി സങ്കടം നിറഞ്ഞ മനസ്സുകളോടാണ് ദൈവത്തിൻ്റെ ആത്മാവിന് ഇന്ന് സംസാരിക്കാനുള്ളത്. നീ ഒരു ഹതഭാഗ്യനാണെന്നും ശപിക്കപ്പെട്ടവനാണെന്നും ദൈവവൈതലെ നിന്നെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന വാക്കുകളുടെ നടുവിൽ നീ ഒരു അനുഗ്രഹീതനാണ് എന്ന് പറയാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പറയുക മാത്രമല്ല, ഇപ്പോൾ നിന്റെ തലമേൽ കുമിഞ്ഞുകൂടിയിരിക്കുന്ന 100,000 പ്രശ്നങ്ങളുടെ നടുവിൽ നിന്ന് അവിടെ നരളി ചെയ്തിരിക്കുന്ന ഭാഗ്യത്തിൻ്റെ സന്തോഷകാലങ്ങളെ, അനുഗ്രഹത്തിൻ്റെ ആനന്ദ നാളുകളെ നിങ്ങളുടെ മേൽ വെളിപ്പെടുത്തുവാൻ കർത്താവിൻ്റെ ബലമുള്ള കരം ഇന്ന് നിങ്ങളുടെ മേൽ നീട്ടപ്പെടാൻ പോവുകയാണ്. ഒരു മാറ്റത്തിനും ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹ സമൃദ്ധിക്കും നീ അവകാശിയാകുന്ന സമയത്തിലേക്ക് ദൈവം നിൻ്റെ ജീവിതത്തെ എത്തിക്കുകയാണ്. ഇന്നെന്നെ കേൾക്കുന്ന ലോകമെമ്പാടുമുള്ള സ്നേഹനിധികളായ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ ആനന്ദത്തോടെ ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചെന്നു പാർത്ത നാട്ടിൽ ആദ്യമായി ജീവിതത്തിലേക്ക് കൈപിടിച്ച് വന്ന ജീവിത പങ്കാളിയുടെ മരണത്തെ തുടർന്ന് ചെന്നു കയറിയ നാട്ടിൽ ജീവിക്കാൻ വയ്യാതെ വലഞ്ഞുപോയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു വേദപുസ്തകത്തിലെ രൂത്ത് എന്ന വ്യക്തി. ആ സ്ത്രീയുടെ ജീവിതത്തിൻ്റെ നാൾവഴികൾ വായിച്ചു തീർക്കുമ്പോൾ, രൂത്തിൻ്റെ പുസ്തകം വായിച്ചു തീർക്കുമ്പോൾ ഒരിറ്റ് കണ്ണീരോടല്ലാതെ നമുക്കതിന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ കഴിയില്ല. അതിന് അവസാനത്തെ വരി വായിക്കുമ്പോഴേക്കും ഏതൊരു മനുഷ്യനെയും കണ്ണു നനയും. ജോസഫിൻ്റെ ജീവചരിത്രം പോലെ തന്നെയാണ് രൂത്തിൻ്റെയും ജീവചരിത്രം. ഒരുപാട് അലഞ്ഞവൾ, ഒരുപാട് ഓടിയവൾ, ഒടുവിൽ ദൈവം അവളെ യേശുക്രിസ്തുവിൻ്റെ അമ്മ എന്ന സ്ഥാനത്ത്, യേശുവിൻ്റെ വല്യമ്മ എന്ന സ്ഥാനത്ത് എത്തിച്ചതായി നമുക്ക് വേദപുസ്തകത്തിൽ, കർത്താവിൻ്റെ വംശാവലി ചരിത്രത്തിൽ പോലും വായിക്കുവാൻ കഴിയുന്നു. ഒത്തിരി അലഞ്ഞു തിരിയുന്നവർ, ഒരുപാട് ജീവിക്കുവാൻ വേണ്ടി ഓടുന്നവർ, എങ്ങും എത്താത്ത ജീവിതത്തിൻ്റെ വല്ലാത്ത പ്രയാണ നാൾവഴികളിലൂടെ ഒടുക്കം എവിടെ ചെന്ന് കയറുന്നു എന്നുള്ള ചോദ്യത്തിൻ്റെ വ്യക്തമായ ഉത്തരം ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. കൃത്യമായൊരു അഡ്രസ് ഇല്ലാതെ ഗതിയില്ലാത്തവനെ പോലെ ഓടുന്ന നിൻ്റെ ഈ ഓട്ടം അവസാനിക്കുന്നത് ദൈവം നിനക്ക് നൽകാൻ പോകുന്ന ഏറ്റവും നല്ലൊരു മേൽവിലാസത്തിലായിരിക്കും. പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് പറയുന്നു, ക്രിസ്തു യേശു നിമിത്തം നിനക്കൊരു മേൽവിലാസം ദൈവം സമ്മാനിക്കാൻ പോവുകയാണ്. ഹതഭാഗി എന്ന് സ്വയം കരുതിയിരുന്ന രൂത്തിൻ്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവിനാൽ ഒരു മേൽവിലാസം ലഭ്യമാക്കപ്പെട്ടതുപോലെ, ക്രിസ്തുവിൻ്റെ വല്യമ്മ എന്നുള്ളത് ഒരു മേൽവിലാസം അവളുടെ മേൽ വന്നതുപോലെ, യേശു നിമിത്തം ഒരു നല്ല മേൽവിലാസത്തിലേക്ക് നീ എത്താൻ പോവുകയാണ്. ഇപ്പോൾ ആരെന്നോ എന്തെന്നോ എവിടെയെന്നോ അറിയാത്ത ഈ ഒരു യാത്ര കൃത്യമായി പാർക്കുവാനോ ഒരു നല്ല കത്തിന് അഡ്രസ്സ് എഴുതി കൊടുക്കുവാനോ തയ്യാറാകുമ്പോൾ, അടുത്തടുത്തേക്ക് ഞാൻ മാറിയാൽ എന്ത് ചെയ്യും എന്നുള്ളതായ ചോദ്യങ്ങൾ നിന്നെ അലട്ടുമ്പോൾ, ഈ 100,000 സംഘർഷങ്ങളുടെ നടുവിൽ ദൈവം നിനക്ക് കൃത്യമായൊരിടം നിൻ്റെ പേരിൽ എഴുതി തയ്യാറാക്കാൻ പോകുന്ന സമയത്തിലേക്ക് നിൻ്റെ ജീവിതം എത്തുകയാണ്. ഈ 2024 അവസാനത്തെ ദിവസങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിന്നോട് നോക്കി വളരെ വ്യക്തമായി പറയുന്നു, ഈ ബേത്ലഹേമിൻ്റെ ഓർമ്മകൾ ഉണരുന്ന ഈ ക്രിസ്മസ് രാവുകളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തിൽ കൃത്യമായൊരു മേൽവിലാസത്തിലേക്ക് നിന്നെ എത്തിക്കാൻ പോവുകയാണ്. അതെ, അത് സംഭവിക്കും. മോവാബിലേക്ക് തങ്ങൾ പാർത്തിരുന്ന നാട്ടിൽ നിന്നും പലായനം ചെയ്ത രൂത്തിൻ്റെ അമ്മായിമ്മയോടൊപ്പം സഞ്ചരിച്ചിരുന്ന ആ പെൺകുട്ടിക്ക് ക്ഷാമം അവിടെ വല്ലാതായി കഴിഞ്ഞപ്പോൾ തൻ്റെ ഭർത്താവും തൻ്റെ ഒപ്പമുള്ള പ്രിയപ്പെട്ടവരായ പുരുഷന്മാരെല്ലാം, അതായത് ആ കുടുംബത്തിലെ ആൺതുണകളെല്ലാം നഷ്ടപ്പെടുന്ന കാഴ്ച വേദനയോടെ കാണേണ്ടതായിട്ട് വന്നു. ഒടുവിൽ പിന്നെയും അവൾ തൻ്റെ അമ്മായിമ്മയുടെ ഒപ്പം അവൾ അമ്മായിമ്മയുടെ സ്വന്തം നാടായ ബേത്ലഹേമിലേക്ക് തിരിച്ചു വരികയാണ്. ബേത്ലഹേമിലേക്ക് മടങ്ങി വരിക എന്നുള്ളതായ ഒരു ഓർമ്മപ്പെടുത്തലാണ് രൂത്തിൻ്റെ പുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അവിടെ ദൈവം നിനക്കൊരു കൊയ്ത്തൊരുക്കി വെച്ചിട്ടുണ്ട്. എത്ര അകന്നു പോയാലും ബേത്ലഹേമിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ബേത്ലഹേം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജനനസ്ഥാനമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇന്ന് ബേത്ലഹേം പ്രസിദ്ധമായിരിക്കുന്നത് കർത്താവായ ക്രിസ്തുവേശു നിമിത്തമാണ്. പൂർവ്വകാലങ്ങളിൽ ഇത് പ്രസിദ്ധമായിരുന്നത് ദാവീദ് രാജാവിനാലാണ്. എന്നാൽ രൂത്തിൻ്റെ കാലത്ത് ബേത്ലഹേം പ്രസിദ്ധമായൊരു സ്ഥാനമേ ആയിരുന്നില്ല. അത് യഹൂദ സഹസ്രങ്ങളിൽ 1000 പട്ടണങ്ങളെടുത്താൽ അതിലേറ്റവും ചെറുതായിരുന്നത് പോലെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥയായിരുന്നു. എന്നാൽ അത് പിന്നീട് ദാവീദ് രാജാവിൻ്റെ ജനനത്തിന് ശേഷം അതിൻ്റെ സ്ഥിതിഗതികൾ മാറുകയുണ്ടായി. അത് ദാവീദിൻ്റെ നഗരം എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടു. ബേത്ലഹേമിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? യേശുവിൻ്റെ ഒരു ജനനാനുഭവം, ക്രിസ്തുവേശുവിലേക്കുള്ളതായ ഒരു മടക്കയാത്രയുടെ ഒരു ഓർമ്മ അത് നമ്മളെ നൽകുകയാണ്. ഇന്ന് എത്ര തകർന്നു പോയവനും
എത്ര ഹതഭാഗ്യനായി പോയ വ്യക്തിക്കും തിരിച്ചുവരവിന് ദൈവം നൽകുന്ന ഒരു ഊഴമാണ്, പിന്നെയും ജീവിതം പിടിച്ചു കയറുവാൻ കർത്താവ് വെക്കുന്ന ഒരു അവസരമാണ് ഒരു ബേദലഹേം അനുഭവം, അല്ലെങ്കിൽ യേശുവിലേക്കുള്ളതായ ഒരു കടന്നുവരവ്. ക്രിസ്തു ജനിക്കണം, ബേദലഹേമായി നമ്മുടെ ഹൃദയങ്ങൾ മാറണം. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതോടുകൂടി അവസ്ഥകൾ മാറുകയാണ്. യേശു ഉള്ളവന് പിന്നെ നരകമില്ല, യേശു ഉള്ളവന് ഇനി ശാപമില്ല, യേശു ഉള്ളവന് ഇനിയും ദുരിതങ്ങളില്ല, യേശു ഉള്ളവൻ്റെ മേൽ ഇനി ദുഷ്ടൻ അധികാരമില്ല. യേശു വന്നാൽ പിന്നെ നിന്റെ ജീവിതം ക്ഷാമത്തിൽ നിന്നും ദൈവം ഒരുക്കുന്ന സന്തോഷത്തിലേക്ക് വഴിമാറുന്ന കാഴ്ച കാണാൻ കഴിയും. യേശുവിലേക്ക് വരിക, ബേദലഹേം നമ്മളെ വിളിക്കുന്നു. അവൾ ക്ഷാമകാലത്തിൻ്റെ ആധിക്യത്തിൽ നിന്നും പ്രിയപ്പെട്ടവരുടെ മരണത്തെ കണ്ട് കണ്ണു നനഞ്ഞിട്ടും ആ കണ്ണീരോർമ്മകൾ ഉണങ്ങുന്നതിന് മുൻപേ അവർ ബേദലഹേമിലേക്ക് തിരിച്ചു വന്നു. ബേദലഹേമിൽ രൂത്തിൻ്റെ ജീവിതത്തെ കാത്തിരുന്നത് ബോവസിൻ്റെ വയലായിരുന്നു. രൂത്തിൻ്റെ പുസ്തകം വളരെ സമയമെടുത്തൊന്ന് വായിക്കണം കേട്ടോ, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ന്യായാധിപ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആ സ്ത്രീരത്നം, അവളുടെ പേരിൻ്റെ അർത്ഥം തന്നെ സഖി എന്നാണ്, പങ്കാളി, ജീവിത പങ്കാളി എന്നാണ്, അല്ലെങ്കിൽ കൂട്ടുകാരി എന്നാണ്. പേരിൻ്റെ അർത്ഥം സഖി എന്നായിരുന്നിട്ട് കൂടെയും തനിക്കൊരു ജീവിത സഖി ഇല്ലാതെ പോയതിൻ്റെ വേദനയായിരുന്നു രൂത്തിനെ അലട്ടിയത്. ആദ്യമായി അവളെ വിവാഹം ചെയ്ത പുരുഷൻ അവളുടെ ജീവിതത്തിൽ നിന്നും മരണം വഴിയായി മാറ്റപ്പെട്ടു. ഇനി അവൾക്ക് ജീവിതത്തിൽ തുണയായിട്ട് ആരുമേ ഇല്ല. യഹൂദ പശ്ചാത്തലത്തിലുള്ള കുടുംബത്തിൽ തന്നെ വേൽക്കുവാൻ ആരും വരികയില്ല എന്നുള്ളതായി ചിന്തയിൽ അവൾ കഴിഞ്ഞുകൂടവേ ഓരോ ദിവസവും വയറ്റിൻ്റെ വിശപ്പടക്കുവാൻ വേണ്ടി കതിർമണികൾ, ധാന്യമണികൾ പിറക്കുവാൻ അടുത്തുള്ളൊരു വയലിലേക്ക് കടന്നു പോകാമെന്നുള്ള ചിന്തയാണ് അവളെ ബോവസിൻ്റെ വയലിലേക്ക് എത്തിക്കുന്നത്. എരിയുന്ന വയറിൻ്റെ പശിയാണ് അവളെ ആ വയലിലേക്ക് നടക്കുവാൻ പ്രേരിപ്പിച്ചത്. പക്ഷേ അവൾ അറിഞ്ഞിരുന്നില്ല, ആ വയലിൽ ഓരോ കതിർമണി കിളുത്തു നിൽക്കുമ്പോഴും ഇത് കൊയ്യേണ്ടത് നീയാണ് എന്നുള്ളത് ദൈവം എഴുതിയിരുന്നൊരു കാര്യം, അല്ലെങ്കിൽ ഈ നിലവറയ്ക്ക് നീ അവകാശിയായി മാറണമെന്നുള്ള നിലയിൽ ദൈവം അവളുടെ ജീവിതത്തിന് അപ്പുറത്ത് അതിൻ്റെ ഉടമസ്ഥ എന്നുള്ള സ്ഥാനം അവൾക്കായി എഴുതി വെച്ചിരുന്നു എന്നുള്ളതായ വലിയ സത്യം രൂത്ത് അറിഞ്ഞിരുന്നില്ല. പിൽക്കാലത്ത് അവൾക്കത് തിരിച്ചറിയാൻ കഴിഞ്ഞു. നിങ്ങളുടെ കഷ്ടതകൾക്കപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിലവറകളുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ ഇല്ലായ്മകൾക്കപ്പുറത്ത് കർത്താവ് നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഖജനാവിൻ്റെ താക്കോലുകളുണ്ട്. ഇപ്പോഴത്തെ ഈ അരക്ഷിതാവസ്ഥകൾക്കപ്പുറത്ത് നീ കൈയാളാൻ പോകുന്ന വലിയൊരു സമൃദ്ധിയുണ്ട്. നിന്റെ ജീവിതം വഴിയാധാരമായി പോയെന്ന് നീ കരുതുമ്പോഴും പട്ടണവാതിക്കൽ വെച്ച് നിന്റെ കരം പിടിക്കുവാൻ ദൈവം ചിലരെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഇത് ദൈവത്തിൻ്റെ നിയമനമാണ്, ഇത് ദൈവത്തിൻ്റെ നീതിയാണ്, ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നിങ്ങളിതിന് സാക്ഷികളാകുമെന്ന് പരിശുദ്ധാത്മാവ് വളരെ ആധികാരികമായി നിങ്ങളെ നോക്കി ദൂത് പറയുന്നു. സ്വന്തം കുടുംബജീവിതം തകർന്നു പോയ ചിലരെന്നെ കേൾക്കുന്നു. കൈ മുറുകെ പിടിക്കുവാൻ ജീവിതത്തിലേക്ക് വന്ന ചിലർ കൈവിട്ട് കളയപ്പെട്ടതിനെ തുടർന്ന് വേദനയോടെ ചിലരെന്നെ കേൾക്കുന്നു. സ്വന്തം ജീവിതം അനാഥമായി പോയല്ലോ എന്ന് ഓർക്കുന്ന ചിലരെന്നെ കേൾക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിന്മേൽ കർത്താവിൻ്റെ കരം ഇന്ന് രാവിലെ ബലമായി ഇറങ്ങി വരികയാണ്. ആദ്യ ഭർത്താവ് അവളുടെ ജീവിതത്തിൽ നിന്ന് മരണത്താൽ നീങ്ങപ്പെട്ടു. ഇപ്പോൾ അവളുടെ ജീവിതത്തിൽ അവൾക്ക് തുണയായിട്ടുള്ളത് അവളുടെ അമ്മായിമ്മ മാത്രമാണ്. സ്വന്തം നാട്ടിൽ നിന്ന് അവൾ ബേദലഹേമിലേക്ക് കടന്നു വരുന്നതോടുകൂടെ അവളുടെ ജീവിതം തിരിയുകയാണ്. ഈ ദിനങ്ങളിൽ, ഈ ക്രിസ്മസ് ഓർമ്മയുടെ ഈ ദിനരാത്രങ്ങളിൽ നിങ്ങൾ യേശുവിലേക്ക് നടക്കുവാൻ തയ്യാറാകുമ്പോൾ ആ പാതകൾ നിങ്ങളെ അനുഗ്രഹത്തിലേക്കാണ് എത്തിക്കുന്നത്. ആ ചുവടുവെപ്പുകൾ നിങ്ങളുടെ ജീവിതത്തെ പുതിയൊരു വിശാലതയിലേക്കാണ് എത്തിക്കുന്നത്. രൂത്ത് എന്ന് ബേദലഹേമിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ചുവോ, രൂത്ത് എന്ന് ബേദലഹേമിൻ്റെ മണ്ണിലേക്ക് കാലുകുത്തിയോ, അന്ന് അവളുടെ ജീവിതത്തിൻ്റെ അന്ധകാരം മാറുകയായിരുന്നു. രൂത്ത് എന്ന് ബേദലഹേമിൽ അവൾക്ക് അമ്മായിമ്മയോടുകൂടെ നടന്നു കയറുവാൻ അവൾക്ക് ഭാഗ്യം ലഭിച്ചുവോ, അന്ന് അവളുടെ ജീവിതത്തിൻ്റെ സന്തോഷകാലത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയായിരുന്നു. യേശുവിലേക്ക് എത്തുക, നിന്റെ ജീവിതം മാറും. യേശുവിലേക്ക് നീങ്ങുക, നിങ്ങളുടെ അവസ്ഥ മാറും. യേശുവിലേക്ക് എത്തുക, നിങ്ങളുടെ ലെവല് മാറും. ദൈവം നിങ്ങളെ ആദരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതെ, ബേദലഹേമിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഒരു നല്ല വീണ്ടെടുപ്പുകാരനാണ്. ആമേൻ, ഹല്ലേലൂയ. ആ വീണ്ടെടുപ്പുകാരൻ്റെ പേര് കർത്താവായ യേശുവെന്നാണ്. ആ കാലഘട്ടത്തിൻ്റെ ദേവര വിവാഹ നിയമപ്രകാരം ചാർച്ചക്കാരിൽ ഒരുവൻ ഭർത്താവ് മരിച്ചുപോയവളെ വിവാഹം കഴിക്കണമെന്നുണ്ട്. എന്നാൽ അതിനയാൾ തയ്യാറാകുന്നില്ലെങ്കിൽ മറ്റൊരാൾ അവളെ വിവാഹം ചെയ്യണം. അപ്പോൾ അതിന് വീണ്ടെടുപ്പിൻ്റെ ധനമൊക്കെ നൽകേണ്ടതായിട്ടുള്ള ചില ആചാരങ്ങൾ ആ നാട്ടിലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചെരുപ്പ് മാറുന്നൊരു പരിപാടിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ രൂത്ത് എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ അവളെ വിവാഹം ചെയ്യുവാൻ ക്രമപ്രകാരം തയ്യാറാകേണ്ട വ്യക്തിയും തയ്യാറാകാതെ വരുമ്പോൾ, അവളെ ഏറ്റെടുക്കാൻ അയാൾക്കും മനസ്സില്ലാതെ വരുമ്പോഴാണ് ബോവസ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ എൻട്രി അവിടെ നടക്കുന്നത്. ഒന്ന് ഞാൻ പറയാം, കരുതേണ്ടവർ കരുതാതെ പോകുമ്പോൾ, സഹായിക്കേണ്ടവർ സഹായിക്കാതെ പോകുമ്പോൾ, കരം പിടിക്കേണ്ടവർ കരം പിടിക്കാതെ വരുമ്പോൾ, അവരെക്കാൾ ശക്തിയുള്ള കരവുമായി ദൈവം നിന്റെ ജീവിതത്തിലേക്ക് ചിലരെ അയക്കും. ആമേൻ. അവരെക്കാളും ബലമുള്ള ചില മനസ്സുമായി ദൈവം ചിലരെ നിനക്ക് വേണ്ടി അയക്കും. നിന്നെ ഏറ്റെടുക്കുവാൻ വിസമ്മതിച്ചിരിക്കുന്നവരുടെ അവസ്ഥയോർത്ത് ഭാരപ്പെടേണ്ട. അവർ കരുതിയിരുന്നെങ്കിൽ നിനക്ക് എത്തുവാൻ കഴിയുന്നതിനൊരു ലിമിറ്റ് ഉണ്ടായിരുന്നു. അവർ നിന്നെ ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ
നിനക്ക് കിട്ടുന്നതിനൊരളവുണ്ടായിരുന്നു. പക്ഷേ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്നത് നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നിനക്ക് വേണ്ടി തുറന്നു തരുന്നത് ഒരു അൺലിമിറ്റഡ് ബ്ലെസ്സിങ്ങുകളാണ്. ഹല്ലേലൂയ! അളക്കുവാൻ കഴിയാത്ത, പരിധി നിശ്ചയിക്കാൻ കഴിയാത്ത സൗഭാഗ്യമാണ് ദൈവം നിനക്കായി ഒരുക്കുന്നത്. അവർ നിന്നെ സഹായിക്കാഞ്ഞത് ദൈവം ഒരുക്കിയ സഹായം നിന്റെ ജീവിതത്തിൽ വരുന്നതിന് കാരണമായി തീർന്നെന്ന് ഈ ദിവസങ്ങളിൽ നിങ്ങൾ പറയാൻ പോവുകയാണ്. അവരും നിങ്ങളെ സഹായിക്കാമെന്ന് പറഞ്ഞ വാക്ക് അവർ പാലിക്കാതിരുന്നത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ വലിയ കരുതലിൻ്റെ വാതിൽ തുറക്കപ്പെടാനുള്ള ഒരു മുഖാന്തിരമായി നിങ്ങൾ ഈ ദിവസങ്ങളിൽ കാണാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് അതിനെ തെളിയിക്കാൻ പോവുകയാണ്. ചാർച്ചക്കാരൻ കൈയൊഴിയുമ്പോൾ പട്ടണവാതിക്കൽ വെച്ച് മൂപ്പന്മാരുടെ നടുവിൽ വെച്ച് ധൈര്യത്തോടെ ബോവസ് വന്ന് അവളുടെ കൈക്ക് പിടിച്ചിട്ട് പറയുന്നു, ഇവളിനിയും എൻ്റേതാണ്. നാലാൾ മധ്യേ, പൊതുജനത്തിൻ്റെ മധ്യേ, ദേശമറിയുന്ന നിലയിൽ കർത്താവ് ഈ ദിവസങ്ങൾ നിന്റെ കരം പിടിക്കാൻ പോവുകയാണ്. അവിടുന്ന് ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വയൽ നിനക്ക് അവകാശമായി തരാൻ പോകുകയാണ്. ആരോ വിതച്ചു, പക്ഷെ കൊയ്യേണ്ടത് നീ തന്നെ എന്ന് ദൈവം എഴുതിയിട്ടുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയാം, ആരോ വിതച്ചു, പക്ഷെ കൊയ്യേണ്ടത് നീ തന്നെ എന്ന് ദൈവം എഴുതിയിട്ടുണ്ട്. ആ സന്തോഷം ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ തുറക്കാൻ പോവുകയാണ്. തകർന്നിരിക്കുന്ന വേളകളിൽ, മനസ്സുലയുന്ന വേളകളിൽ, മുന്നോട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല എന്ന് കരുതുന്ന സമയങ്ങളിൽ ഈ ദൂത് നിങ്ങളുടെ ഹൃദയത്തോടുള്ള പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹമന്ത്രണമാണ്. ഇത് കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പല ആവർത്തി കേൾക്കുക. ഒരു രൂത്തിൻ്റെ ജീവിതം മാറ്റിയ കർത്താവിന് നിങ്ങളുടെ ജീവിതത്തെയും മാറ്റാൻ കഴിയും. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പഴയ നിയമ കാലഘട്ടം, ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ആ ഒരു യുഗത്തിൽ ഒരു കാരണവശാലും ഒരു സ്ത്രീ പൊതുരംഗത്തേക്ക് വരുന്നതോ അവളുടെ പേര് പരാമർശിക്കുന്നതൊന്നും അവിടെ അനുവദനീയമായിരുന്നില്ല. കാരണം സ്ത്രീകളെ ഇകഴ്ത്തിക്കാണുന്ന ഒരു സാമൂഹിക പശ്ചാത്തലമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പുകഴ്ച വരുന്നതൊന്നും അവർ അവിടെ രേഖപ്പെടുത്തിയിരുന്നില്ല. എന്നെ ഒരു സ്ത്രീയായും, എന്നെ ഒരു പുറജാതിക്കാരനായും, എന്നെ ഒരു പട്ടിയായിട്ടും സൃഷ്ടിക്കാഞ്ഞതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു ജൂതന്റെ ആദ്യത്തെ ദിവസം അല്ലെങ്കിൽ അവൻ്റെ പ്രഭാതത്തിലെ ആദ്യത്തെ പ്രാർത്ഥന തുടങ്ങുന്നത്. അങ്ങനെ മാത്രം സ്ത്രീയെ നായയ്ക്ക് തുല്യമായി കണ്ടിരുന്ന ഒരു സാമൂഹിക പശ്ചാത്തലത്തിന് നടുവിൽ, ന്യായാധിപ കാലഘട്ടത്തിന് നടുവിൽ ദൈവം കരങ്ങളിലെടുത്ത് പ്രയോജനപ്പെടുത്തിയ രണ്ട് സ്ത്രീകളുണ്ട്. അതിലൊരാൾ ദെബോറായാണ്, രണ്ടാമത്തെ ആൾ രൂത്താണ്. രൂത്തിൻ്റെ ജീവിതം യേശുക്രിസ്തുവിൻ്റെ വല്യമ്മച്ചി എന്ന നിലയിൽ, ദാവീദിൻ്റെ ഗ്രാൻഡ് മദർ എന്ന നിലയിലേക്ക് എത്തപ്പെടത്തക്ക വിധം ദൈവം അതിൻ്റെ നാൾ വഴികളെ ശക്തമായി രൂപഭംഗി കൊടുത്ത് അനുഗ്രഹിച്ചു. ആമേൻ. രൂത്തിൻ്റെ പേരിലാണ് പഴയ നിയമത്തിൽ ഒരു പുസ്തകം രചിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു സ്ത്രീക്കും പൊതുരംഗത്തേക്ക് വരാൻ കഴിയാതിരുന്നൊരു കാലഘട്ടത്തിൽ, രൂത്തിൻ്റെ പേര് അന്യം നിന്ന് പോകുമെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ, സ്വന്തം ഭർത്താവിനാൽ തനിക്കൊരു തലമുറ പോലും ജനിക്കാതെ തൻ്റെ ജീവിതം വൈദവ്യദോഷത്തിൻ്റെ ഒരു ഇടമായും മാത്രം, ശാപത്തിൻ്റെ അടയാളമായി മാത്രം തീരുമെന്ന് അവൾ കരുതുമ്പോൾ, യേശുവിൻ്റെ വല്യമ്മ എന്ന സ്ഥാനത്തേക്ക് വരത്തക്ക വിധം ഒരു അന്യജാതിക്കാരിയായ മോവാബി സ്ത്രീ ആയിരുന്നവളെ ദൈവം തൻ്റെ ആലയത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ദൈവം തൻ്റെ വിശുദ്ധ പദ്ധതികളുടെ അകത്തേക്ക് കൊണ്ടുവരുന്ന, ഞാൻ അതാണ് ഉദ്ദേശിച്ചത്, ദൈവം തൻ്റെ കൃത്യമായ പദ്ധതികൾക്കകത്തേക്ക് അവളെ എത്തിക്കുന്ന ആ ഒരു വലിയ ദൗത്യം പരിശുദ്ധാത്മാവുള്ള ജീവിതത്തിൽ ആ സൗഭാഗ്യം തുറക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. നീ എത്രമാത്രം പുറന്തള്ളപ്പെട്ടിട്ടുണ്ടെങ്കിലും ദൈവം നിർമ്മിക്കുന്ന ചരിത്ര പദ്ധതിയുടെ അകത്ത് നിന്റെ പേര് തമ്പുരാൻ അടയാളപ്പെടുത്തും. നിന്റെ കുടുംബത്തെ ദൈവം അടയാളപ്പെടുത്തും. നിന്റെ തലമുറയെ ദൈവം ഓർമ്മിക്കുമാറാക്കും. നിന്റെ കുഞ്ഞുങ്ങളെ ദൈവം രാജസ്ഥാനത്തെത്തിക്കും. ഇത് ദൈവത്തിൻ്റെ നീതിയും വാഗ്ദത്വവുമാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, അരുളി ചെയ്യപ്പെട്ടിരിക്കുന്ന അനുഗ്രഹീത വചനത്തിനായി സ്തോത്രം. ഇന്നത്തെ പ്രവചന ദൂത് വെറും ഒരു ദൂതല്ല. ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് തമ്പുരാൻ്റെ വിരൽ സ്പർശം ആഴത്തിൽ വെളിപ്പെട്ട ഒരു മധുര സ്വരമായി തന്നെ ഞങ്ങൾക്കത് കേൾക്കുവാൻ കഴിഞ്ഞു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ നൂറുകണക്കിന് ആവശ്യങ്ങൾ, പ്രയാസങ്ങൾ അവരെ അലട്ടുന്നു. പക്ഷേ വഴികൾ ദൈവം തുറക്കും, വിശാലത ദൈവം കൽപ്പിക്കും എന്നുള്ള ഉറപ്പിൻ്റെ മേൽ പ്രാർത്ഥിച്ചിവരെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. കൃപയാലും നീതിദാനത്താലും നിറയ്ക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതവും പരിശുദ്ധവുമായ വലിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് നമുക്ക് കോട്ടയത്ത് ഫാസ്റ്റിംഗ് പ്രയറുണ്ട്. എല്ലാ രണ്ടാം ശനിയാഴ്ചയും നമ്മുടെ സ്നാന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഞായറാഴ്ച കോട്ടയം നാഗമ്പടത്തുള്ള റെഡ് ക്രോസ് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ വിശുദ്ധ സഭായോഗം നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഈ ദിനങ്ങളിൽ വലിയ ദൈവപ്രവൃത്തികളാണ് നടക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ ചാനൽ ആദ്യമാണോ കാണുന്നത്? സബ്സ്ക്രൈബ് ചെയ്തോളൂ. എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ആലോചന നിങ്ങളുടെ അരികിലേക്ക് എത്തും. നിങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു സ്വർഗീയ സ്വരമാണിത്. മിസ് ചെയ്യരുതേ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പങ്കുവെക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളെ അറിയിക്കുക. ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.